സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കുക എന്നുള്ളതൊരു ഭാഗ്യമാണ് അല്ലേ. എന്നാൽ ആ ഭാഗ്യം കല്യാണത്തിന് ശേഷം ഉണ്ടെങ്കിൽ അതല്ലേ ശരിക്കും ഭാഗ്യം എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ടും അവർക്ക് അതിൽ കൂടുതൽ പ്രണയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതമല്ലേ നമുക്ക് വേണ്ടതും. അപ്പോൾ ഇതെന്നിവിടെ പറയാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ലടോ, ഓരോ പാഠങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക അല്ലേ. നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് വരുന്നത്. അപ്പോൾ ഇന്ന് ബറാത്ത് നോമ്പിൻ്റെ ദിവസമാണ് കേട്ടോ. ഞാൻ ലീവാണ്, ഇക്കുണ്ട്, മോനും ലീവാണ്. അവനിക്ക് പനിയായിട്ട് അവനും ലീവായിരുന്നു. അപ്പോൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ അൽഹംദുലില്ലാ തട്ടിമുട്ടി ഒരു വീഡിയോ ഒക്കെ ഫുള്ളായി കിട്ടി. അപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീഫിനെയൊക്കെ അങ്ങോട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തു കേട്ടോ. എത്ര കഴിയാലും എനിക്ക് മതിയാവില്ല, കാരണം ആ ഒരു ബ്ലഡ് ഇങ്ങനെ അന്ന് വരുന്ന പോലെ തോന്നും. അങ്ങനെ ബീഫൊക്കെ വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പത്തിരി ബീഫാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ബീഫ് കണ്ടതൊക്കെ പൊറാട്ട മതിയെന്നായി. അപ്പോൾ പിന്നെ എനിക്ക് എളുപ്പ പണിയല്ലോ. അപ്പോൾ ഞാനും പറഞ്ഞു പൊറാട്ട മതിയെന്ന്, കാരണം അതാകുമ്പോൾ പുറത്തുനിന്ന് വാങ്ങലാണ്, ഉണ്ടാക്കലല്ല. അങ്ങനെ ബീഫിൽ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ബീഫ് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വയ്ക്കും. ഇന്ന് നമ്മൾ കൊച്ചുള്ളി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ബീഫ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോൾ ലോങ് വീഡിയോ എടുത്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. ബീഫിലേക്ക് വേണ്ട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉമ്മ കേട്ടോ ചെയ്തതെന്ന്. ഞാൻ ഈ വെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റസ്ലുവിന് പനിയാണ്, ചെറിയൊരു പനിയേ ഉള്ളൂ. ഒന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോകണം. അപ്പോൾ മൊത്തത്തിലൊരു ക്ഷീണമുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കൊഞ്ചലാണ് കേട്ടോ. ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഭയങ്കര കൊഞ്ചലാണ്. ഒരെണ്ണം ഉള്ളതാണെങ്കിലും ഒലക്ക കൊണ്ട് അടിച്ച് വളർത്തണമെന്നല്ലേ. പക്ഷെ ചില സമയത്ത് ഒലക്കൊക്കെ എടുക്കേണ്ടി വരും അവൻ്റെ കുറുമ്പ് കാരണം. അങ്ങനെ ബീഫിലോട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടുപ്പിലോട്ട് വെച്ചെടുത്തു. ഞാൻ വാപ്പാനോടും മോനോടും പറഞ്ഞതാട്ടോ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയി കാണിച്ചിട്ട് പോയോന്ന്. നോക്കുമ്പോൾ രണ്ടാൾക്കും ഞാൻ കൂടെ വരണമെന്ന്. അങ്ങനെ ഇതാ ഞാനും പോകാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ താഴത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2-3 ദിവസമായിട്ടൊക്കെ ഉള്ളൂ ഈ ഒരു പണിയെടുത്തിട്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. ആ പച്ചപ്പും പൂക്കളൊക്കെ ആയി കാണുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടി നമ്മുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രമാണ്. പെട്ടെന്നൊക്കെ നമുക്ക് നടന്നു പോകാനും പറ്റും കേട്ടോ. വണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ ആ വണ്ടിയിലേ പോകാറുള്ളൂ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന കോലമാണ്. പിന്നെ കുറച്ച് നേരം മെനക്കെട്ടു കേട്ടോ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാണിച്ച് വീടെത്തി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പാരസെറ്റമോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും ഞാനിതാ ബീഫിലോട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് 1 മിനിറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് കാണാനും മുഷിപ്പുണ്ടാവില്ല. അപ്പോൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മൺചട്ടി തന്നെയാണ് എടുക്കുക. ബീഫ് എന്നല്ല, ഇവിടെ മിക്ക കറികളും ഇതൊക്കെ മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കുക. ചോറ് വയ്ക്കാനൊരു മൺകല ഉണ്ട്, അത് ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുള്ളൂ. പിന്നെ തക്കാളിയൊക്കെ അവിടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ഉമ്മ എല്ലാ പണിക്കും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഈ വെക്കൽ മാത്രമേ ഉള്ളൂ, ബാക്കി അരിയലും തൊലിക്കലും അതൊക്കെ ഉമ്മ കേട്ടോ ചെയ്തു തരാം. അപ്പോൾ ഇന്ന് കുറച്ച് മാങ്ങഞ്ചിയും ചീനിമുളകും മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉമ്മ അവിടെ ഇരുന്ന് റെഡിയാക്കുന്നുണ്ട്. മാങ്ങഞ്ചി അച്ചാറിട്ട് നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ. ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാണ്ടോ ഒരു കറിയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തെ എൻ്റെ അടുക്കള കിടക്കണ കോലം. ഇനി പെട്ടെന്ന് തന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു എന്ന് പറഞ്ഞാലേ മനസ്സിനൊരു ആ എല്ല് തൂങ്ങണത് എൻ്റെ ഞാൻ ലീവുള്ള ദിവസം തിരുമ്പാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ കഴുകിയിട്ട് ഉണക്കിയ ശേഷം അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബീഫൊക്കെ റെഡിയായി. ബീഫിൽ ഞാനേ ലാസ്റ്റ് ഒരു ഐറ്റം ചേർത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തെന്ന് പറഞ്ഞില്ലേ ബീഫ് കറി വേറെ ലെവലോട് ഒട്ടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ റെസിപ്പി ഇടാട്ടാ. എത്ര പ്രാവശ്യമല്ലേ ഇവള് പറയണേ ഈ റെസിപ്പിയിടാന്ന്. ഇനി ഒരു ഗ്ലാസ് ചായ വെച്ചിട്ട് റസ്ലുവിന് കൊടുക്കുകയാണ്. സമയം പോയതറിഞ്ഞില്ല. ലീവ് എടുത്ത ദിവസം ഞാൻ എങ്ങനെ പറയട്ടെ, അയ്യോ എൻ്റെ ലീവ് അയ്യോ എൻ്റെ ലീവ് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. എന്നാലോ പോയാൽ പോയും കൊണ്ടേയിരിക്കും. എല്ലാ മാസവും ഞെക്കാനോട് പറയുന്ന ഡയലോഗാണ് കേട്ടോ. ഈ മാസത്തോടുകൂടി ഞാൻ പണി നിർത്തിയെന്ന്. അപ്പോൾ ആൾ പറയും ഞാൻ പറഞ്ഞു നിന്നോട് പണിക്ക് പോകാനെന്ന്. സത്യം പറഞ്ഞാലേ സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാവുക എന്നൊക്കെയുള്ളത് നല്ല കാര്യമാടോ. നമുക്ക് നമ്മുടെ പാർട്ട്ണറെ സഹായിക്കാൻ പറ്റുന്നുണ്ട്, അത്രയും നല്ല കാര്യമല്ലേ. അപ്പം ഞാൻ എന്താ കണ്ടോ ഈ ബീഫിലത്തെ വെള്ളം ഉണ്ട് അതിലേക്ക് ഒഴിക്കാൻ നോക്കിയത്. നോക്കുമ്പോൾ ബീഫ് മൊത്തം വേണം. ലാസ്റ്റ് പെറുക്കി എടുത്ത് ഞാൻ മാറ്റി. പിന്നെ ഞാനിതാ കോഴിയുടെ അല്ല ബീഫാണല്ലോ നമ്മളതിൽ ഫില്ലിങ് ചെയ്യാൻ എന്തൊക്കെ പറ്റണം ഫില്ലിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് വെച്ചിട്ടുള്ളൊരു ഭൂരി പോലെ ഇങ്ങനെ മടക്കിയിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഞാനിതാ മൈദയൊക്കെ നേരത്തെ തന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതങ്ങനെ ഓരോന്ന് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് വീശി പരത്തി കൊടുക്കുക. അങ്ങനെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് കുക്കിങ്ങൊക്കെ ഞാനായിരുന്നു, കാരണം ഉമ്മയാണ് സാധാരണ കുക്കിങ്ങൊക്കെ ചെയ്യാറ് ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിൽ. അപ്പോൾ ഇന്ന് ലീവുള്ള ദിവസം ഉമ്മക്ക് റെസ്റ്റ് കൊടുത്തു. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ റെസ്റ്റൊന്നുമില്ല, എന്നാലും അടുക്കളയിൽ വന്ന് നിൽക്കണ്ട.
ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നാത്തും വിളിച്ചിട്ട് പറഞ്ഞു അവൾക്കും പൊറോട്ട വേണമെന്ന്. അപ്പോൾ എന്നാൽ ശരി എന്തായാലും വാങ്ങാൻ പോകല്ലേ, അവൾക്കും വാങ്ങിക്കൊണ്ടേ കൊടുക്കുക. ഷെസ്മുള്ള കണ്ടിട്ട് കുറേ ആയി, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പോയി കാണുന്നതായിരുന്നു. ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആ മസാല ഫില്ലിംഗ് ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ചെടുക്കും കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ളവരായതുകൊണ്ട് ഞാൻ കുറച്ച് എരിവോടെ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. ഇത് ഭൂരി പോലെ ഇങ്ങനെ ഭൂരി പോലെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കി കൊടുക്കണേ. എനിക്ക് വലിയ ഡിസൈനൊന്നും അറിയില്ല, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് ശ്രമിക്കും. പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും നമ്മളത് ശ്രമിച്ചില്ല എന്ന് വരണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ കൂടെ റസൂലുദ ചക്കയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. താഴത്തെ വീട്ടുകാർ തന്നാണ്. നല്ല മധുരമുള്ള ചക്കയാണ് തോന്നുന്നു. നല്ല നല്ല മണമുണ്ട്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഇവിടേക്ക് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇനി പൊറോട്ട വാങ്ങാൻ പോകണം. ഇവിടെ വീട്ടിൽ ചക്കയും മാങ്ങയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ആയിട്ട് സീസണായാലും ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും എല്ലാ സീസണിൽ കിട്ടുന്ന നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവുന്ന എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇത് പൊരിച്ചെടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവർക്കും കൊടുക്കാമല്ലോ, അവർക്കും നോമ്പാണേ. അങ്ങനെ ഞാനിതാ നമ്മുടെ കോഴിയുടെ അല്ല ബീഫട പൊരിച്ചെടുക്കുന്നുണ്ട്. ലൈറ്റ് ചൂടുള്ള എണ്ണയിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല ചൂടാണെങ്കിലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, മൈദമാവാണല്ലോ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ റസൂലുക്കയും കൂടി നേരെ പൊറോട്ട വാങ്ങാൻ വേണ്ടി പോയി. പൊറോട്ടയൊക്കെ വാങ്ങി. പൊറോട്ടയും പത്തിരിയാണ് കേട്ടോ അവർക്ക് വാങ്ങിയത്. അങ്ങനെ ചപ്പാത്തി കമ്പനിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇനി വീടെത്തി എന്നെ കണ്ടതിന് ശേഷം നമ്മൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഞങ്ങളെ കണ്ട പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഞങ്ങളുടെ കൂടെ വരാനൊക്കെ ഇങ്ങനെ വരികയും ചെയ്യും. പിന്നെ രാത്രി ആയാൽ അവൾക്ക് അവളുടെ ഉമ്മാൻ്റെ കൂടെ കിടന്നുറങ്ങണം. കുട്ടികളല്ലേ, എത്രയാണെങ്കിലും ഉമ്മ എന്ന് പറയുന്നത് ഉമ്മ തന്നെയല്ലേ അല്ലേ. അങ്ങനെ തിന്നാനുള്ളതും വാങ്ങിയിട്ട് വന്ന് പൊറോട്ടയൊക്കെ അവളുടെ കയ്യിൽ കൊടുത്ത് അവൾ നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ ഓടിയത്. ഞാൻ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഇവിടെയും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എണ്ണയിൽ മുക്കി പൊരിക്കാത്ത കട്ട്ലൈറ്റാണ് കേട്ടോ അവൾ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ വീടെത്തിയത് എളുപ്പം തന്നെ ഞങ്ങളുടെ കോഴിയുടെയൊക്കെ ബീഫടയൊക്കെ പൊരിച്ചു, ചായയൊക്കെ വെച്ചു. നോമ്പൊക്കെ തുറന്നിട്ടാണ് കേട്ടോ ചായ വെച്ചതും ബീഫടയൊക്കെ കഴിക്കാൻ. അങ്ങനെ 3 ആളും കൂടി ഇരുന്ന് ഉമ്മയും ഞാനും റസ്ലും ഒക്കെ ഉണ്ട് കേട്ടോ, 4 ആളും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ച്. പിന്നെ രാത്രി ആ മാവിൻ്റെ ബാലൻസിൽ ഞാൻ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ബീഫും പൊറോട്ടയും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബി ടാറ്റാ.